പാകിസ്ഥാൻ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും മലയാളി വിദ്യാർത്ഥികൾ നാട്ടിൽ മടങ്ങിയെത്തി. ഡൽഹിയിൽ നിന്നും വിമാനമാർഗം നിരവധി വിദ്യാർത്ഥികളാണ് ഇന്ന് നെടുമ്പാശ്ശേരിയിലെത്തിയത്. പരീക്ഷകൾ ഓൺലൈനാക്കിയെന്നും സുരക്ഷാ പ്രശ്നങ്ങൾ നേരിട്ടിട്ടില്ലെന്നും കേരളത്തിൽ മടങ്ങിയെത്തിയ വിദ്യാർത്ഥികൾ പറഞ്ഞു. ചണ്ഡീഗഡ് സർവകലാശാലയിൽ നിന്നും PG ചെയ്യുന്ന 9 വിദ്യാർത്ഥികളും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 6 വിദ്യാർത്ഥികളുമാണ് പഞ്ചാബിൽ നിന്ന് ഡൽഹിയിലെത്തി അവിടെ നിന്നും വിമാനമാർഗം കൊച്ചിയിലെത്തിയത്. ഇതിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ ഉണ്ടായിരുന്നു. ഇതിനു പുറമെ ഹരിയാനയിലെ കർണാലിൽ നിന്നും ആലപ്പുഴ സ്വദേശിനിയായ ബയോടെക്നോളജി വിദ്യാർത്ഥിയും നാട്ടിലേക്ക് തിരിച്ചെത്തി. യുദ്ധസാധ്യത മുന്നിൽ കണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയതോടെ സുരക്ഷ മുന്നിൽ കണ്ട് നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു എന്നും എന്നാൽ സുരക്ഷാ പ്രശ്നങ്ങളൊന്നും നേരിട്ടിട്ടില്ലെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. പേടിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടായിരുന്നു, കുറച്ച് ഡ്രോൺസ് ഒക്കെ കണ്ടിരുന്നു. നൈറ്റ് കണ്ടു, ബ്ലാക്ക് ഔട്ട് ആയിരുന്നു അന്ന്. അപ്പൊ 2-3 ഡ്രോൺസ് മേലെ കൂടി പോകുന്നതും മേലെ തന്നെ വെടിയിട്ട് വീഴുന്നതും കണ്ടിരുന്നു. ജസ്റ്റ് എന്താ എല്ലാവരും ഒന്ന് പാനിക്കായി. പക്ഷെ ഞങ്ങൾ അത് എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി നെക്സ്റ്റ് ഡേ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ഇങ്ങനെ ഇപ്പൊ വന്നായിരുന്നു. ഇപ്പൊ ഇവിടെ വന്നതിലിപ്പോ ഞങ്ങൾ 5-6 പേരേ ഉള്ളൂ. ഇല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് അവിടെ നിന്ന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. നമുക്ക് എല്ലാവരും കുറെ പേര് ട്രെയിൻ പിടിച്ചിട്ട് തന്നെ വന്നത്, പഞ്ചാബിൽ നിന്ന് ഡൽഹി വരെയും. പിന്നെ അതിന് വരാനുള്ള ബുദ്ധിമുട്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അത് നമ്മൾ ട്രെയിൻ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ, പിന്നെ സേഫ് ആണെന്നുള്ള ഒരു കൺഫ്യൂഷൻ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളിപ്പോ ഡൽഹി പഞ്ചാബിൽ നിന്നും ഡൽഹിയിലേക്ക് എത്താൻ പ്രയാസമില്ലായിരുന്നു എന്നും പരീക്ഷകൾ ഓൺലൈനാക്കിയതും നാട്ടിലേക്ക് മടങ്ങാൻ കാരണമായി എന്നും മറ്റൊരു വിദ്യാർത്ഥി പ്രതികരിച്ചു. അത്ര പേടിക്കാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമ്മൾ കാര്യങ്ങളൊക്കെ സേഫ് ആയിട്ട് തന്നെ എത്തിയിട്ടുണ്ട്. മെയിൻ ആയിട്ട് ബ്ലാക്ക് ഔട്ട് കാര്യങ്ങൾ ഉണ്ടാവുമായിരുന്നു രാത്രി, പിന്നെ ഇതേപോലെ വാണിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു. അങ്ങനെ അത്രേ ഉള്ളൂ. ബ്ലാക്ക് ഔട്ട് അടക്കം നടപ്പിലാക്കിയതോടെ ആശങ്കപ്പെട്ടിരുന്നതായി രക്ഷിതാക്കളും പറഞ്ഞു. കുറച്ച് ദൂരെയാന്നാ പറഞ്ഞത്. അത് കാരണം പിന്നെ ഈ ബ്ലാക്ക് ഔട്ട് ഒക്കെ എന്ന് പറയുമ്പോഴേക്കും ഒരു ടെൻഷൻ, എന്നുവെച്ചാൽ ലൈറ്റ് ഓഫ് ചെയ്യണം, മൊബൈൽ വിളിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പുറത്തിറങ്ങരുത് എന്നൊക്കെ പറയുമ്പോഴേക്കുള്ള ഒരു ടെൻഷൻ. പരീക്ഷയെ മാറ്റി വെക്കുന്ന ഒരു സാഹചര്യം. അതെ, അതേപോലെ ഓൺലൈൻ ആവോ, ഇനിയിപ്പം തിരിച്ച് എന്താണ് എന്നുള്ളതിന്റെ ഒരു തീർന്നതാണ്, ഫൈനൽ ഇയർ ആണ്. അപ്പം 30-ാം തീയതി കഴിഞ്ഞിട്ട് പോരുവാണല്ലോ. അപ്പൊ ആ ഒരു ഇതിലേക്ക് ആയിരുന്നു. അപ്പോഴാണ് ഇത് വന്നത്. പിന്നെ എന്താവും എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. നിലവിൽ മലയാളി വിദ്യാർത്ഥികളാരും സുരക്ഷാ പ്രശ്നം നേരിടുന്നില്ലെന്നാണ് പഞ്ചാബിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളിൽ നിന്നും അറിയാനാകുന്നത്. ഇന്ന് വിമാനമാർഗം പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നുമായി 16 വിദ്യാർത്ഥികളാണ് നെടുമ്പാശ്ശേരിയിൽ എത്തിയത്. ജനം, കൊച്ചി.